ഹായ് ഗൈസ്, അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഗൗതം വാസുദേവൻ പടം മലയാളത്തിൽ വരുന്നു. അതും മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനിൽ മമ്മൂക്ക നായകനായിട്ട് വരുന്നു. അതിന് ട്രെയിലർ എന്നത് 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 6 മണിക്ക് ഇറക്കുന്ന ഇന്നലെ അവര് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം ഓൺ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ജാക്കറ്റിന്റെ സിബ് പറഞ്ഞ് അതിനുള്ളിലൂടെ കണ്ണിടുന്ന മമ്മൂക്കാനയിൽ കാണിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നുള്ള ഒരു ഫീലൊക്കെ തംബ്നെയിൽ വരുന്നുണ്ട്. തംബ്നെയിൽ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ട്രെയിലർ കണ്ടു നോക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ഗെറ്റ് റെഡി ഫോർ യുവർ ഫസ്റ്റ് കേസ് വിത്ത് us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ. ഒരു സൈഡ് ഞാൻ ഒറ്റ, മറ്റേ സൈഡിൽ മരട് സുനി, ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിലും കുറിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I am on the right track. I need those papers. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. You don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. ട്രെയിലറും കിടുവായിട്ടുണ്ട്. ഇതിന്റെ ടീസർ കണ്ടപ്പോ ഉണ്ടല്ലോ, കുറച്ചൊരു കോമഡി ട്രാക്കിലാണോ പടം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും അസിസ്റ്റന്റും, അയാൾക്ക് ഒരു കേസ് വരുന്നത് അയാൾ അന്വേഷിക്കുന്ന ആയിരിക്കും സ്റ്റോറി എന്നൊക്കെ തോന്നി. അതൊരു കോമഡി ആണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടീസർ. പക്ഷെ ട്രെയിലർ അങ്ങനെയല്ല, സീരിയസ് ആയ ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. ഗൗതം വാസുദേവൻ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ നായകന്റെ സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പോസും സംഭവങ്ങളൊക്കെ ഇടക്കിടക്ക് സിനിമയിലിടും. അത് പുള്ളിക്കാരുടെ ഡയറക്ഷനിൽ വരുന്ന സംഭവമാണ്. നമ്മൾ മമ്മൂക്കയുടെ കാര്യം പറയാനില്ല, ഈ പ്രായത്തിലും സൂപ്പർ സ്റ്റൈലിഷ് ആണ്. ഏത് പോസിൽ നിൽക്കുന്നത് മാത്രമേ ചോദ്യമുള്ളൂ. 1-2 സംഭവങ്ങൾ നമ്മൾ ട്രെയിലർ തുടങ്ങിയ പാടെ കണ്ടിട്ടുണ്ട്. ചില അടിപൊളി ആറ്റിറ്റ്യൂഡ് സംഭവങ്ങളൊക്കെ ട്രെയിലറിന്റെ ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. രസമായിട്ടുണ്ടത്. മമ്മൂക്കയുടെ ലുക്കും എല്ലാം കിട്ടുവാണ്. മമ്മൂക്കയാണ് ഇതിൽ മെയിൻ ഇൻവെസ്റ്റിഗേറ്റർ. ഗോകുൽ സുരേഷാണ് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. പിന്നെ 2 ക്യാരക്ടർ, അതായത് ഒരു പ്രായമായിട്ടുള്ള വേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശി, അതായത് നമ്മളെ ഫഹദ് ഫാസിലിന്റെ ഞാൻ പ്രകാശനിലുണ്ട് അതേ മുത്തശ്ശി തന്നെയാണ്. അവരുണ്ട്. പിന്നെ അതല്ലാതെ ഒരു ലേഡിയെ കൂടെ കണ്ടു. അതല്ലാതെ ഇപ്പൊ സാധാരണ ഗൂഗിളിൽ നോക്കിയാൽ ലെനി ഉണ്ടെന്ന് കാണുന്നുണ്ട്. വേറെ ക്യാരക്ടേഴ്സിനെ ആരും കാണുന്നില്ല. മമ്മൂക്ക, ഗോകുൽ സുരേഷിനെ മാത്രമേ സ്ക്രീനിൽ നമ്മൾ കൂടുതലായി കാണിച്ചിട്ടുള്ളൂ. ഇന്ന് ട്രെയിലർ വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ അറിയിച്ചത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു പോസ്റ്റ് ആയിട്ടാണ് അവർ ഷെയർ ചെയ്തത്. ആ പോസ്റ്റ് ഇതായിരുന്നു പോസ്റ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ട്രെയിലർ ഇറങ്ങും തന്നെ, 6 മണിക്ക് ഇറങ്ങും തന്നെ പറഞ്ഞില്ലേ. CI ഡൊമിനിക് ആണെന്ന് പറയുന്നത്. ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് ആണ് ഏജൻസിയുടെ പേര്. മെയിൻ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്കാണ്. അസിസ്റ്റന്റ് പറയുന്നത് ഗോകുൽ സുരേഷ് ആണ്. അപ്പൊ ഇതില് അവർ സർവീസസ് ഒക്കെ പറഞ്ഞിട്ട് അണ്ടർ കവർ സർവീസസ്, മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ്, മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇങ്ങനെ സാധാരണ ലൊട്ടിലൊടുക്ക് കേസുകളൊക്കെ അന്വേഷിക്കുന്ന നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് കാണാറില്ല. ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ആയിരിക്കും. പക്ഷെ അവർക്കൊരു മേജർ ആയ ഒരു കേസ് വരുമ്പോൾ അവര് എങ്ങനെ ഡീപ്പായി അതിന്റെ റൂട്ടുകൾ കണ്ടുപിടിച്ച് കണ്ടെത്തുന്നു എന്നുള്ളതായിരിക്കാം. രസമുണ്ട്. അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എറണാകുളം അഡ്രസ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഈ പോസ്റ്റർ സംഭവങ്ങളൊക്കെ രസമായിട്ടുണ്ട്. ടീച്ചറിനെക്കാട്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ട്രെയിലർ കിട്ടുന്നുണ്ട്. ടീച്ചർ ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ആ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത്. ഇതിലോട്ടെത്തുമ്പോൾ കോമഡി മാത്രമല്ല, കോമഡി പല പല ഡയലോഗുകൾ കിട്ടുന്നുണ്ട്. അതിലപ്പുറം ഒരു സീരിയസ് ആയ ഒരു കേസ് അന്വേഷണം ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. എനിക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ട്രെയിലറും ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ മേക്കിംഗ് ആയിട്ടുണ്ട്. ഗൗതം വാസുദേവ മേനോന്റെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലായിട്ടും റൊമാൻറ്റിക് ആയ പടങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല ആ പടങ്ങളൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇതായാലും വ്യത്യസ്തമായ ഒരു ജോണർ പിടിച്ചിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നു. മമ്മൂക്ക നായകനായിട്ട് വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമക്ക് ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. നല്ലൊരു വ്യത്യസ്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു സീരിയസ് ആയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് തോന്നില്ല. പിന്നെ അതുപോലെ തന്നെ കോമഡി മിക്സ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ പട്ടണ പ്രവേശം, നാടോടിക്കാറ്റ് പോലെയുള്ള, അതായത്
ഭാഗ്യത്തിന് കേസ് അയക്കുന്ന ഒരു ടീമായിട്ടും തോന്നില്ല. അതിൽ രണ്ടിലും അല്ലാത്ത ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവി ആയിട്ട് തോന്നുന്നു. 2025 ഫസ്റ്റ് ഹിറ്റ് അടിക്കാൻ പോവാണ് മമ്മൂക്ക, അതിനൊരു ഫീൽ വരുന്നുണ്ട്. എന്തായാലും ജനുവരി 23 റിലീസ് ചെയ്യാൻ പോകുന്നത്. കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ച് അഭിപ്രായം? ഗൗതം വാസുദേവന്റെ ഫസ്റ്റ് മലയാളം പടം എങ്ങനെ ഇരിക്കും, മമ്മൂക്ക എങ്ങനെ ഇരിക്കും, ഈ പടം എങ്ങനെ ഇട്ടു? നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ച്, ഈ സിനിമയെ കുറിച്ച് എല്ലാ പ്രതീക്ഷകളും താഴെ കമന്റ് ചെയ്യണം. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.